തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സംസ്ഥാന സെക്രട്ടറി വി രാജേഷിനെയാണ് ബിജെപി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഒളിമ്പ്യൻ പത്മിനി തോമസും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. ഇന്ന് ചേരുന്ന ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ ധാരണ ഉണ്ടാകും. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേരും. SP ദീപക്, RP ശിവജി എന്നിവരെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. BJP ഇത്തവണ ഭരണം പിടിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തുന്നത്. പക്ഷേ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് CPM ആയിരുന്നുവല്ലോ. പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിയാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലേ? കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ്. തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിലെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ്. 2 ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അവർ പുറത്തിറക്കി. ബാക്കിയുള്ളത് നാളെ പുറത്തിറക്കുമെന്നും നേതാക്കൾ പറയുന്നുണ്ട്. ഏതായാലും കെ ശബരിനാഥിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കവടിയാർ വാർഡിൽ കഴിഞ്ഞ തവണ 1 വോട്ടിന് BJP പരാജയപ്പെട്ട വാർഡാണ്. ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനും ശബരിനാഥിനും ഉള്ളത്. ഏതായാലും CPM സാധാരണഗതിയിൽ മഞ്ജു സൂചിപ്പിച്ച പോലെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന പാർട്ടിയാണ്. സ്ഥാനാർത്ഥികൾ രംഗത്തിറക്കുന്ന പാർട്ടിയാണ്. ചില ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലൊക്കെ ഇതിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചുവെങ്കിലും തിരുവനന്തപുരം നഗരസഭയിലെ ഒരിടത്തും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ഘടകകക്ഷികളുമായുള്ള ചർച്ച അവസാന ഘട്ടത്തിലാണ്. അവസാന റൌണ്ട് ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നാലുടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാവിലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗവും ചേരുകയാണ്. ഈ യോഗത്തിന്റെ ഒടുവിൽ കൃത്യമായ ധാരണ മുന്നണിയുടെ ഘടകകക്ഷികൾ നൽകുന്ന സീറ്റുകളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ CPMന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലുമൊക്കെ ധാരണയുണ്ടാകും. 3 ഏരിയ സെക്രട്ടറിമാർ മത്സരസന്നദ്ധരായി രംഗത്തുണ്ട്. വഞ്ചൂർ ഏരിയ സെക്രട്ടറി K ശ്രീകുമാർ മുൻ മേയർ കൂടിയാണ് അദ്ദേഹം ചാക്ക വാർഡിൽ നിന്ന് മത്സരിക്കാനാണ് ഒരുങ്ങുന്നത്. P ബാബു വഞ്ചൂർ പാളയം ഏരിയ സെക്രട്ടറിയാണ്. വഞ്ചൂർ വാർഡിൽ നിന്ന് വഞ്ചൂർ P ബാബു മത്സരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. വിളപ്പിൽ ഏരിയ സെക്രട്ടറിയാണ് RP ശിവജി. CPM മേയർ സ്ഥാനത്തേക്ക് കൂടി പരിഗണിക്കപ്പെടുന്ന ഒരു പേരാണ്. RP ശിവജി പുന്നക്കാമുകൾ വാർഡിൽ നിന്നും മത്സരിക്കും. ഈ ജില്ലാ സെക്രട്ടറിമാർ ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും മത്സരിക്കണമോ എന്ന കാര്യത്തിൽ കൂടി ഇന്ന് തീരുമാനമുണ്ടാകും. അങ്ങനെയെങ്കിൽ അതിൽ അത്തരം ആളുകൾ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു വേണം മത്സരിക്കാൻ. SP ദീപക്കാണ് ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മുൻ ജനറൽ സെക്രട്ടറിയുമായ SP ദീപക്കാണ് CPM മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റൊരു പേര്. ദീപക് പേട്ട വാർഡിലാകും മത്സരിക്കുക. അവിടെ കോൺഗ്രസിന് അനിൽകുമാർ ഇതിനകം പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും. ഇന്ന് തന്നെ കൃത്യമായി ആരൊക്കെ മത്സരിക്കുന്ന കാര്യത്തിൽ ധാരണയുണ്ടാകും. മറ്റൊന്ന് BJPയുടെ കാര്യമാണ്. BJPയും ആദ്യഘട്ട പട്ടിക ഇന്ന് തന്നെ പുറത്തിറക്കിയേക്കും. VV രാജേഷ് BJPയുടെ മേയർ സ്ഥാനാർത്ഥിയാകും. കഴിഞ്ഞ തവണ അദ്ദേഹം പൂജപ്പുര വാർഡിൽ വിജയിച്ചിരുന്നു. അദ്ദേഹം ഇത്തവണ ആ വാർഡിൽ മത്സരിക്കില്ല. പകരം അദ്ദേഹം പരിഗണിക്കുന്നത് വട്ടിയൂർക്കാവ് പുന്നക്കാമുകൾ വാർഡുകളിലാണ് VV രാജേഷിന്റെ പേര് സജീവമായി ഉള്ളത്. കവടിയാറിലേക്കും ശബരിനാഥിന്റെ എതിർ സ്ഥാനാർത്ഥിയായും രാജേഷിന്റെ പേര് അവിടുത്തെ കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ രാജേഷിന് താല്പര്യമില്ല എന്നാണ് അറിയുന്നത്. വട്ടിയൂർക്കാവോ പുന്നക്കാമുകളോ വഞ്ചൂരിലും രാജേഷിന് സാധ്യതയുള്ള വാർഡാണ്. ഏതായാലും ഇന്ന് അതിൽ തീരുമാനമുണ്ടാകും. മുൻ ഒളിമ്പ്യനും മുൻ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷയുമായ പത്മിനി തോമസ് പാളയം വാർഡിൽ മത്സരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ആദ്യഘട്ട പട്ടികയിൽ തന്നെ പത്മിനി തോമസിന്റെ പേരും ഉണ്ടാകും. ഷീലേഖയെ പോലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പ്രധാനപ്പെട്ട ആളായ ഷീലേഖയെ പോലുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. പകരം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ നിർണായകമായ ചുമതല ഷീലേഖയെ BJP ഏൽപ്പിക്കുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കൌൺസിലർമാരൊക്കെ നേരത്തെ മത്സരിച്ചിരുന്ന BJPയുടെ കൌൺസിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. ഒരു സീറ്റിന് വേണ്ടി ഒന്നിലധികം പേരുകളുള്ളതാണ് BJPക്ക് ഒരു വെല്ലുവിളി. ചില ആഭ്യന്തര പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുമുണ്ട്. നേമത്ത് ഏരിയ പ്രസിഡന്റ് രാജിവെച്ചു. പിന്നീട് അദ്ദേഹം കത്ത് പിൻവലിച്ച് പാർട്ടിയിലേക്ക് മടങ്ങി എത്തിയിട്ടുമുണ്ട്. അത്തരം ചില ആഭ്യന്തര പ്രശ്നങ്ങൾ BJPക്കുണ്ടെങ്കിൽ പോലും അവർ വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നഗരസഭാ ഭരണം പിടിക്കുമെന്ന ഉറപ്പിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി V ശിവൻകുട്ടി ഇവിടുന്ന് പോവുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയും അധികം വൈകാതെ പുറത്തുവരും. ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ ആ സ്ഥാനാർത്ഥി പട്ടിക വരാൻ തന്നെയാണ് സാധ്യത. മഞ്ജുഷ, ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഇത്തവണ പൊരിഞ്ഞ പോരാട്ടമാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ ഭരണം പിടിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. LDFനെ ഭരണത്തിൽ നിറക്കുമെന്നാണ് BJP പറയുന്നത്. അതേസമയം കരുത്ത് കാട്ടാനാണ് UDFും. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞുവെന്നുള്ള പ്രത്യേകതയും തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. BJP ഇന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടേക്കും. CPMും സ്ഥാനാർത്ഥി നിർണയം തുടരുകയാണ്. വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക
പുറത്തുവിടുവാനാണ് CPM-ന്റെയും തീരുമാനം. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് ആവശ്യപ്പെടുകയാണ് മുസ്ലിം ലീഗ്. എരുമേലി അല്ലെങ്കിൽ മുണ്ടക്കയം ഡിവിഷൻ നൽകണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. കഴിഞ്ഞ തവണയും ഇതേ ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചതാണ്. എന്നാൽ കോൺഗ്രസ് അനുവദിച്ചിരുന്നില്ല. കഴിഞ്ഞ തവണ 13 സീറ്റുകളിൽ കോൺഗ്രസും 9 സീറ്റുകളിൽ ജോസഫ് ഗ്രൂപ്പുമായിരുന്നു മത്സരിച്ചിരുന്നത്. ഇത്തവണ അധികമായി ഒരു സീറ്റ് കൂടി വന്നിട്ടുണ്ട്. അതിനാൽ മുസ്ലിം ലീഗിന്റെ ആവശ്യം അംഗീകരിക്കുമോ എന്നതാണ് നിർണായകം. സീറ്റ് വിഭജനത്തിൽ ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകും. ഇടതു മുന്നണിയിലെ സീറ്റ് ചർച്ചയും ഇന്ന് തുടരും. ജി ശ്രീജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തായാലും UDF-ൽ ലീഗിന്റെ ഈ ആവശ്യം തന്നെയാണല്ലോ ഇപ്പോൾ പ്രധാനമായി വന്നിരിക്കുന്നത്. ആവശ്യം അംഗീകരിക്കുവാൻ സാധ്യത കാണുന്നുണ്ടോ? മഞ്ജുഷ, കഴിഞ്ഞ തവണ ഈ ആവശ്യം മുന്നോട്ട് വരികയും അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ മുസ്ലിം ലീഗ് വളരെ മുൻപ് തന്നെ ഈ ഒരു ആവശ്യം ഒരു സമ്മർദ്ദമായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരുപക്ഷെ അംഗീകരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ലീഗ് വിശ്വസിക്കുന്നത്. അതായത് എരുമേലി അല്ലെങ്കിൽ മുണ്ടക്കയം, എരുമേലി കൊടുത്തില്ലെങ്കിൽ മുണ്ടക്കയം എന്നുള്ളതാണ്. മുണ്ടക്കയം എരുമേലിയിൽ CPI-യും മുണ്ടക്കയത്ത് CPM-ഉമാണ് കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീറ്റുകളിലൊന്ന് ഒരുപക്ഷെ കോൺഗ്രസ് കൊടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇന്ന് പകൽ മുഴുവൻ ചർച്ചയുണ്ട്. ഇതിന് ശേഷമായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഉൾപ്പെടെയുള്ള ചർച്ചയുണ്ട്. ഇതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക. തൊട്ടിപ്പുറത്ത് LDF-ലെ സീറ്റ് ചർച്ചയും തുടരുകയാണ്. 10ാം സീറ്റ്, 9 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ ഈ CPM-ഉം ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മും മത്സരിച്ചിരുന്നത്. അത് 10 സീറ്റ് വേണം, അതായത് തലനാട് അധികമായി വന്ന തലനാട് സീറ്റ് വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ തലനാട് സീറ്റ് ഒരുപക്ഷെ വിട്ടുകൊടുത്തേക്കാം. പക്ഷെ പകരം ഏതെങ്കിലും സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് 10 സീറ്റ് നൽകാതിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ, CPM അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളതാണ് ഇടതുമുന്നണിയിലെ ഒരു കൗതുകമായി ബാക്കി നിൽക്കുന്നത്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകി.